ഇന്ന് രാവിലെ ഞാൻ പതിവ് തെറ്റിച്ച് നേരത്തെയാണ് എണീറ്റത്. കാരണം ഇന്നലെ രാത്രി ഞാൻ വേഗം ചോറ് കൊണ്ട് കിടന്നുറങ്ങേണ്ടിയിരുന്നു. നേരം വെളുത്ത സമയമായതുകൊണ്ട് അമ്മ അടുപ്പിൽ ഇപ്പൊ ചോറ് തിളപ്പിക്കുകയാണ്. എന്റെ ഈ വീട്ടിലൊരു ഗ്യാസ് അടുപ്പ് ഉണ്ടെങ്കിലും അമ്മ എപ്പോഴും ഇതുപോലുള്ള വിറകടുപ്പിലാണ് ചോറ് വെക്കാറ്. കാരണം അമ്മയ്ക്ക് ഇത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. പിന്നെ അച്ഛനാണെങ്കിൽ എണീറ്റ് പാടെ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ഇതുപോലെ വെയിൽ കൊണ്ട് നിൽക്കുന്നത് ഒരു ശീലമാണ്. എന്താണ് ഇവരുടെയൊക്കെ ശീലങ്ങൾ ഇങ്ങനെയെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. പക്ഷെ രാവിലെ നേരത്തെ എണീറ്റ് ഇതുപോലെ കുറച്ച് വെയിൽ കൊണ്ട് നിൽക്കാനും ഒരു അടിപൊളി ഫീലാണ്. അത് കഴിഞ്ഞ് കുറച്ച് ചായയും കുടിച്ച് ഇന്ന് എവിടേക്കും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ദാ വരുന്ന കൂട്ടുകാരൻ. അവന്റെ ഫോണിന് ഒരു പുതിയ പൗച്ച് വാങ്ങണം, അതുകൊണ്ട് എന്റെ വാത്ര. പിന്നെ അവൻ വന്നതല്ലേ പറഞ്ഞിട്ട് ഞാൻ വേഗം അവന്റെ കൂടെ ഡ്രസ്സൊക്കെ മാറിപ്പോയി. എല്ലാ ദിവസവും രാവിലെ 9 മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ ഇവൻ എവിടേക്കെങ്കിലൊക്കെ പോകാനുണ്ടാവും. ഇന്നത്തെ ആവശ്യമാണ് ഫോണിൽ പൗച്ച് വാങ്ങാൻ പോകല്. അങ്ങനെ ഞങ്ങൾ നേരെ ഇപ്പൊ പൗച്ച് വാങ്ങാൻ വേണ്ടി ഒരു മൊബൈൽ കടയ്ക്ക് കയറി. ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മളെല്ലാവരും ഇതുപോലെ മൊബൈലും മറ്റു സാധനങ്ങളൊക്കെ EMI ആയിട്ട് വാങ്ങാൻ നോക്കുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ഇപ്പൊ അതിനൊരു പരിഹാരമായിട്ട് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്നുള്ളത് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാനും അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും നോക്കാൻ പറ്റും. പിന്നെ ഇതിൽ പോയി ചെക്ക് ചെയ്യണമെങ്കിൽ ഓരോ മാസവും വാട്സ്ആപ്പ് വഴി ഇതുമായിട്ടുള്ള അപ്ഡേറ്റ്സും കിട്ടും. അതുപോലെ എല്ലാ ക്രെഡിറ്റ് ബ്യൂറോകളുടെ സ്കോറുകളും ഇതിലൂടെ നോക്കാൻ പറ്റും. പിന്നെ ഇതിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ക്രെഡിറ്റ് പ്രീമിയം ലീഗിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് ഐഫോണും പിന്നെ 1 ലക്ഷം രൂപ വരെയുള്ള ആക്സിഡന്റ് കവറേജും കിട്ടും. കേരളത്തിൽ നിന്ന് 75,000 പേരാണ് ഇപ്പൊ ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്റെ ബയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ കുറെ നേരം പൗച്ചുകളൊക്കെ നോക്കിയതിന് ശേഷം ഈ ഒരു കറങ്ങണ പൗച്ച് വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.